നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ അവസാനത്തെ ലാംഗ്വേജ് ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഈ വീഡിയോ ശ്രദ്ധിക്കുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും സർ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് മേക്കിങ്ങിനെ കുറിച്ചും നെഗറ്റീവ് സെൻറ്റൻസ് മേക്കിങ്ങിനെ കുറിച്ചും ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഒക്കെ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലെസൺ എല്ലാം റെക്സ് അക്കാഡമിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് നിങ്ങൾ കാണുക. കാരണം സർ അത് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ നിങ്ങളുടെ ഈ പൊതുവായിട്ടുള്ള ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എല്ലാം ഒരു സെൻറ്റൻസിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിനെ കൃത്യമായിട്ട് അതിൻ്റെ ഐഡൻറ്റിറ്റിയോടെ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആക്ടിവിറ്റീസാണ് പൊതുവായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാർ ചെയ്തിട്ടുള്ള സെൻറ്റൻസ് മേക്കിംഗ്, ക്വസ്റ്റ്യൻ മേക്കിംഗ്, നെഗറ്റീവ് സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം നിഷ്പ്രയാസം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഈ ലാംഗ്വേജ് ആക്ടിവിറ്റീസാണ് ഓരോന്നായിട്ട് ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 33ാമത്തെ പേജിലാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നിട്ടുള്ളത്. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് പങ്ക്ച്വേറ്റ് ദം എന്ന ഒരു സെൻറ്റൻസിനെ കൃത്യമായിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിലെ വാക്കുകൾക്കുപരി നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന മറ്റു ചിഹ്നങ്ങളെയാണ് പങ്ക്ച്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ മാർക്ക് ഒരു പങ്ക്ച്വേഷനാണ്, കോമ ഒരു പങ്ക്ച്വേഷനാണ്, ക്യാപിറ്റൽ ലെറ്റർ ഒരു പങ്ക്ച്വേഷനാണ്, ആശ്ചര്യചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പങ്ക്ച്വേഷൻ മാർക്സ് ഈ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസിൽ അതില്ലാതെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസുകളിൽ യഥാവിധം ആ പങ്ക്ച്വേഷൻ മാർക്സ് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പങ്ക്ച്വേഷൻ മാർക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോമ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ക്യാപിറ്റൽ ലെറ്റർ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇതൊന്നും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഒരു സെൻറ്റൻസിന് അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ തനത് സ്വഭാവം നൽകുന്നത് ഇങ്ങനെയുള്ള പങ്ക്ച്വേഷൻ മാർക്സാണ്. അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് അതിൻ്റേതായിട്ടുള്ള കൃത്യമായ അർത്ഥവും ഐഡൻറ്റിറ്റിയും നൽകുന്നതിൽ പങ്ക്ച്വേഷൻസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ആ പങ്ക്ച്വേഷൻ മാർക്സിലെ വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഉദാഹരണങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ സെൻറ്റൻസ് വായിച്ചിട്ട് അവയൊന്ന് പങ്ക്ച്വേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്? സൺ, ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. പ്ലീസ് ആൻസർ മീ. Oh, what a happy times those had been. What did man do to the nature? ഇങ്ങനെയുള്ള 8 തരത്തിലുള്ള 8 സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളിത് പങ്ക്ച്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോ സെൻറ്റൻസും അതിൻ്റെ രീതിയിൽ വ്യത്യാസമായിട്ട് മാറും. ഇപ്പോൾ ഈ സെൻറ്റൻസുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സെൻറ്റൻസുകളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ, അതിൻ്റെ അകത്ത് പങ്ക്ച്വേഷൻ ഇല്ല. അപ്പോൾ ഈ പങ്ക്ച്വേഷൻ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ സെൻറ്റൻസിൻ്റെ മൂഡ് അല്ലെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ ഐഡൻറ്റിറ്റി മാറുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ആ സെൻറ്റൻസിലെ ആദ്യത്തെ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ കണ്ടോ, സ്മോൾ ടി ആണ് ഇട്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ആദ്യം അത് ക്യാപിറ്റൽ ടി ആയിട്ട് മാറ്റണം. ഇനി ഒരു സെൻറ്റൻസ് ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സെൻറ്റൻസ് അവസാനിപ്പിക്കുമ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേണം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ സെൻറ്റൻസിൽ വരുന്ന 2 പ്രധാനപ്പെട്ട പങ്ക്ച്വേഷൻസ് എന്ന് പറയുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്ററും അവസാനം അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേണം അവസാനിപ്പിക്കുവാനും. അപ്പോൾ അതൊരു കൃത്യമായിട്ടുള്ള സെൻറ്റൻസായി. ഇനി ഇവിടെ കണ്ടോ, ഇവിടെയും ഐ സോ എ കോബ്ര ആൻഡ് മംഗൂസ് ഫൈറ്റിംഗ്. ഇവിടെയും നമ്മൾ കാണുന്നത് ആദ്യത്തേത് സ്മോൾ ലെറ്ററാണ്, ആ ഐ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഐ സോ എ കോബ്ര ആൻഡ് മംഗൂസ് ഫൈറ്റിംഗ്. ഇവിടെ ഇടയിലൊന്നും ഒരു സവിശേഷതയില്ല, ഒരു സാധാരണ സെൻറ്റൻസാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്നും പങ്ക്ച്വേഷൻ ഇല്ല. അപ്പോൾ ഈ സെൻറ്റൻസും ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഐ സോ എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ്.
ഓക്കെ, ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. ഇവിടെ കണ്ടോ, ഈ സെൻറ്റൻസുകൾ സബ്ജക്റ്റിലാണ് തുടങ്ങുന്നത്. ഐ ദ ട്രീ എന്നുള്ള സബ്ജക്റ്റ്. സാർ സെൻറ്റൻസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു സെൻറ്റൻസ് തുടങ്ങുന്നത് എപ്പോഴും ഒരു സബ്ജക്റ്റിലാണ്. പക്ഷേ ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ ഇതൊരു സബ്ജക്റ്റ് അല്ല, ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണ്. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അതൊരു സഡൻ ഫീലിങ്ങിനെ കുറിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തെ കുറിക്കുന്നതാണ്. ഇങ്ങനെ ആശ്ചര്യത്തെ കുറിക്കുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിലല്ല തീരുക, എക്സ്ക്ലമേറ്ററി മാർക്കിലാണ് തീരുന്നത്. എക്സ്ക്ലമേറ്ററി മാർക്ക്. അതുപോലെ തന്നെ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ. വാട്ട്. അപ്പോൾ ആദ്യത്തേത് ക്യാപിറ്റൽ ലെറ്ററും ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്കിലും തീരണം. ഇനി അടുത്ത് നോക്കിയേ, വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്. ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് ഓക്സിലിയറി വെർബാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഓക്സിലിയറി വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസുകൾ യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും എന്തിലേ അവസാനിക്കുകയുള്ളൂ? ക്വസ്റ്റ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കിലേ അവസാനിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും സ്മോൾ ലെറ്റർ ആണ്, അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കണം. വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്? ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കണ്ടോ, ഒരാൾ മറ്റൊരാളോട് പറയുന്ന ഒരു ആജ്ഞയോ അതൊരു ഉപദേശമോ അല്ലെങ്കിൽ അതൊരു അപേക്ഷയോ ഒക്കെ ആകുന്ന പോലെയാണ്. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയും സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് അവിടെയും ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കണം. സൺ. അപ്പോൾ ഇതൊരു അഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ ഒരാളുടെ പേര് അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു കോമ കൂടെ കൊടുക്കണം. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ, ഫുൾ സ്റ്റോപ്പ്. അടുത്തതും പ്ലീസ് ആൻസർ മീ. ഇവിടെയും നമുക്കറിയാം അതൊരു അപേക്ഷയാണ്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ എഴുതുക, കോമ എഴുതണം, എന്നിട്ട് ആൻസർ മീ, ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഒരു ആശ്ചര്യത്തെയോ ഇതൊരു അപേക്ഷയോ ഒരു കമാൻഡോ ഓർഡറൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ, പ്ലീസ് ആൻസർ മീ. അപ്പോൾ അങ്ങനെയുള്ളത്. സാർ ഇതിൻ്റെ ഈ പേന ഒന്ന് മാറ്റിയെടുത്തോട്ടെ. ഇനി ഏഴാമത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ഓ വാട്ട് എ ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. നമ്മൾ മൂന്നാമത്തേത് പറഞ്ഞതുപോലെ തന്നെ അതൊരു ആശ്ചര്യത്തെ കുറിക്കുന്ന ഒരു സെൻറ്റൻസാണ് അല്ലേ. ഓ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആക്കുക, എന്നിട്ട് ഈ ഒരു ആശ്ചര്യത്തെ കുറിക്കുന്ന സെൻറ്റൻസുകൾക്കെല്ലാം തന്നെ ഒരു ആശ്ചര്യപരമായിട്ടുള്ള വാക്കുണ്ടാവും ഇംഗ്ലീഷിൽ. ഓ, ഹുറ, ബ്രാവോ, അലാസ്, പിറ്റി, ഇങ്ങനെ. അപ്പോൾ ആ വാക്കിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുക്കണം. കാര്യം അത് ആശ്ചര്യ വാക്കായതുകൊണ്ട് അതിനെ ആശ്ചര്യ ചിഹ്നത്തിൽ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ, ഫുൾ സ്റ്റോപ്പ് ഇടുക സെൻറ്റൻസ് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തത് വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. നമ്മൾ പറഞ്ഞു വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ രണ്ടാമത് ഓക്സിലിയറി വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് WH ക്വസ്റ്റ്യനാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന സെൻറ്റൻസിന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ നമുക്കറിയാം രണ്ട് സെൻറ്റൻസുകൾ ഇവിടെ WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഒരു ആശ്ചര്യത്തെ കുറിക്കുന്ന എക്സ്ക്ലമേറ്ററിയുമാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്സിലിയറി വെർബായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരിക. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കണം. ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ WH ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഓക്സിലിയറി വരും, ഓക്സിലിയറി കഴിഞ്ഞ് സബ്ജക്റ്റ് വരും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്ത് കൊടുക്കണം. വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ് ഇറ്റ് ഈസ് എന്നാണ്. അപ്പോൾ അവിടെ ഓക്സിലിയറി വെർബോ സബ്ജക്റ്റോ ഇല്ല. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ 8 സെൻറ്റൻസുകളും
പങ്ക്ച്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഇനി ആ മൂഡ് അനുസരിച്ച് നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഇപ്പോൾ ശരിക്കും കണ്ടോ, ആ സെൻറ്റൻസിലേക്ക് നമ്മൾ പങ്ക്ച്വേഷൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ സെൻറ്റൻസിന് അതിൻ്റേതായിട്ടുള്ള തനത് രൂപം കൈവന്നു. ഇനി നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വായിക്കണം, ഒരു ആശ്ചര്യമാണ് ആശ്ചര്യം എന്നുള്ള രീതിയിൽ വായിക്കണം. ആ ഒരു രീതിയിൽ വായിച്ചു പോവുക. ഉദാഹരണത്തിന് The tree was older than the house. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. I saw a cobra and mongoose fighting. അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ. ഇനി വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ് എന്നുള്ളത് ഒരു ആശ്ചര്യമാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയൊക്കെ വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അടുത്തത് വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്. അതൊരു ചോദ്യമാണ്. അപ്പോൾ വിൽ ദ മംഗൂസ് കിൽ ദ സ്നേക്ക്. യെസ്. അടുത്തത് സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. അതൊരു കമാൻഡാണ്, അല്ലെങ്കിൽ അതൊരു ചില സമയത്ത് അതൊരു റിക്വസ്റ്റും ആകാം. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. അടുത്തത് പ്ലീസ് ആൻസർ മീ. അതൊരു റിക്വസ്റ്റാണ്. പ്ലീസ് ആൻസർ മീ. അടുത്തത് ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. അഗൈൻ ആശ്ചര്യം. അപ്പം നമ്മളിങ്ങനെ ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. ഓക്കെ. അടുത്തത് വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ ഇസ് എ ക്വസ്റ്റ്യൻ. സോ വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. അപ്പോൾ അങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ പങ്ക്ച്വേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിനി അടുത്ത പേജിൽ നമ്മളിപ്പോൾ പങ്ക്ച്വേറ്റ് ചെയ്ത സെൻറ്റൻസുകളെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു 5 പോയിൻ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആ സെൻറ്റൻസുകളൊന്ന് വായിച്ചു നോക്കാം. ബേസ്ഡ് ഓൺ ദ പങ്ക്ച്വേഷൻ മാർക്സ് ഹൗ മെനി സെൻറ്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ. നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അത് ആ സെൻറ്റൻസുകളുടെ ഐഡൻറ്റിറ്റി മാറി. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരിക? ഇത് കണ്ടോ, ആദ്യത്തെ ശരിക്കും ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, രണ്ടാമത്തിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടു, പക്ഷേ അതിൻ്റെ മൂഡ് വേറെയാണ്. ഇപ്പോൾ 2 തരത്തിലായി. പിന്നെ ക്വസ്റ്റ്യൻസ്, എക്സ്ക്ലമേറ്ററി മാർക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ഹൗ മെനി സെൻറ്റൻസ് ടൈപ്സ് വി ക്യാൻ ഐഡൻറ്റിഫൈ 4 സെൻറ്റൻസ് ടൈപ്സ്. ആർ ദർ 2 types of sentence in the above set that end in full stop. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന 2 സെറ്റ് സെൻറ്റൻസസ് ഉണ്ട്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അസർട്ടീവ് സെൻറ്റൻസിന് എപ്പോഴും നമുക്ക് ഫുൾ സ്റ്റോപ്പിലാണ് തീരുക എന്ന് പറഞ്ഞു. ഒരു സെൻറ്റൻസ് എപ്പോഴും ഫുൾ സ്റ്റോപ്പിൽ തീരും. അതുപോലെ തന്നെ കമാൻഡും റിക്വസ്റ്റും ഒക്കെ ആയ സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് എഴുതുന്നത്. പ്ലീസ് ആൻസർ മീ, അതും ഫുൾ സ്റ്റോപ്പിൽ തന്നെയാണ് തീരുന്നത്. അപ്പോൾ 2 സെറ്റ് ഉണ്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്. ഇനി 3, വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദീസ് സെൻറ്റൻസസ്. എന്താണ് ശരിക്കും നമ്മൾ കറക്റ്റ് പങ്ക്ച്വേറ്റ് ചെയ്തപ്പോഴേക്കും അവയുടെ മൂഡും അവയുടെ നേച്ചറും അല്ലെങ്കിൽ അവയുടെ സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതെല്ലാം ക്വസ്റ്റ്യനായിത്തീരുന്നു, ആശ്ചര്യചിഹ്നം ഇട്ടതെല്ലാം അതൊരു ആശ്ചര്യമാകുന്നു. വെറുതെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും അതല്ലെങ്കിൽ ഒരു കമാൻഡും റിക്വസ്റ്റും ഒക്കെ ആയി മാറുന്നു അല്ലേ. അപ്പോൾ അത്രയും ഡിഫറൻസസ് ആണ് ഈ പങ്ക്ച്വേഷൻസ് വഴി സെൻറ്റൻസിലേക്ക് വരുന്നത്. ഇനി ബേസ്ഡ് ഓൺ യുവർ ഡിസ്കഷൻ ഹൗ മെനി സെൻറ്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡൻറ്റിഫൈ. നമുക്ക് ഞാൻ സാർ പറഞ്ഞ പോലെ 4 തരത്തിലെ സെൻറ്റൻസുകളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതിൻ്റെ പേരുകളൊക്കെ സാർ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ പോയിൻ്റ് കൂടെ അടുത്ത പോയിൻ്റ് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് നമുക്ക് വായിക്കാം. അടുത്തത് വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് യു ഹാവ് ഐഡൻറ്റിഫൈ. Now categorize these sentence under these heads in the following table. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് തന്നിട്ട് ആ ബോക്സിൽ 4 തരത്തിലുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്, രണ്ടാമത്തത് കമാൻഡ് ഒരു റിക്വസ്റ്റാണ്, മൂന്നാമത്തത് ക്വസ്റ്റ്യനാണ്, നാലാമത്തത് എക്സ്ക്ലമേഷനാണ്. അപ്പോൾ നമ്മൾ ഈ പങ്ക്ച്വേറ്റ് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ 8 സെൻറ്റൻസുകളും ഏതൊക്കെയാണ് 2 ആ സെൻറ്റൻസ് പെയർസ് ഏതൊക്കെയാണെന്ന് അവിടെ എഴുതുക, കമാൻഡും റിക്വസ്റ്റും ഏതാണെന്ന് അതിലെഴുതുക, ക്വസ്റ്റ്യൻസ് അതിലെഴുതുക, അതുപോലെ എക്സ്ക്ലമേഷൻ എന്നുള്ള കോളത്തിൽ 2 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എഴുതുക. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാര്യം അതൊരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഐ സോ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും സാറ് 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ നിന്നും അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന പങ്ക്ച്വേഷൻ മാർക്കിലുമാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് ആ സെൻറ്റൻസ് എപ്പോഴും ഒരു സബ്ജക്റ്റിൽ തുടങ്ങുന്നത് കൊണ്ടാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് S+V+O ആയിരിക്കും ആ സെൻറ്റൻസിൻ്റെ എപ്പോഴുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ്
ഒരു സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സാറ് അതിന് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറ് എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവിടെ പോയി കാണുക, അപ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിന് ഫുൾ സ്റ്റോപ്പും ഉണ്ടാവും. ഉണ്ടോ? ഈ 2 സെൻറ്റൻസ് സബ്ജക്റ്റിലാണ് തുടങ്ങുക. ദ ട്രീ ദ ട്രീ വാസ് ഓൾഡ് ദാൻ ദ ഹൗസ്. പിന്നെ രണ്ടാമത്താണ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും എന്നുള്ളത്. ഐ സോ എ കോബ്ര ആൻഡ് മംഗൂസ് ഫൈറ്റിംഗ്. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന്. 2 കാര്യങ്ങൾ. ഒന്ന്, ആ സെൻറ്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുക, അതുപോലെ തന്നെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ നമ്മൾ മനസ്സിലാക്കാം. ഇനി രണ്ടാമത് കമാൻഡ് ആൻഡ് റിക്വസ്റ്റ്. നമുക്ക് 2 സെൻറ്റൻസുകളുള്ള. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ, പ്ലീസ് ആൻസർ മീ. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ വഴിയാണ് നമുക്ക് അതൊരു കമാൻഡാണോ, റിക്വസ്റ്റ് ആണോ, അഡ്വൈസ് ആണോ, പ്രെയർ ആണോ, വിഷ് ആണോ എന്ന് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കണ്ടോ, ഇത് ഇവിടെ ഒരു നോമിനേറ്റീവ് അഡ്രസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് വേർഡ് അവിടെ വെച്ചിട്ടുണ്ട്. പ്ലീസ്, കൈൻഡ്ലി അങ്ങനെയൊക്കെയുള്ള വാക്ക് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് എപ്പോഴും വെർബിലാണ് തുടങ്ങുന്നത്. കണ്ടോ, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, അവിടെയും ഫുൾ സ്റ്റോപ്പിൽ തന്നെയാണ് തുടങ്ങുക. ഷട്ട് യുവർ മൗത്ത്, എവിടെ ആ സെൻറ്റൻസ് തുടങ്ങിയത്? ഷട്ട് എന്നുള്ള വെർബിലാണ് തുടങ്ങിയത്. ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാലും അതും ഒരു കമാൻഡ് ഓർ കൈൻഡ് ഓഫ് കമാൻഡാണ്. ഗെറ്റ് ഇൻ, ഷട്ട് യുവർ മൗത്ത്, ഓപ്പൺ ദ വിൻഡോസ്, ഇതൊക്കെ എല്ലാമാണ് കമാൻഡ് ഓർ റിക്വസ്റ്റിൽ പെടുന്നത്. അതെല്ലാം വെർബിലാണ് തുടങ്ങുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വാക്കുകളും അവിടെ ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു നോമിനേറ്റീവ് അഡ്രസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന പ്ലീസ്, കൈൻഡ്ലി അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണത് കമാൻഡാണോ റിക്വസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. പ്രത്യേകമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടുള്ളത്. നമ്മളിവിടെ ടാഗ് ക്വസ്റ്റ്യൻസ് പെടുത്തുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഓക്സീലിയറി വെർബിൽ തുടങ്ങും. വിൽ എന്നുള്ളത് ഓക്സീലിയറിയാണ്. അപ്പോൾ വിൽ ദ മംഗൂസ് കിൽ. ഇനി രണ്ടാമത് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അടുത്തത് WH ക്വസ്റ്റ്യൻ ആണ്. അത് WH ക്വസ്റ്റ്യൻ വേർഡിന് തുടങ്ങുന്നത് കൊണ്ടാണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ WH ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ അത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആ WH ക്വസ്റ്റ്യന് ശേഷം നമുക്ക് ഓക്സീലിയറി വെർബും അതുപോലെ തന്നെ സബ്ജക്റ്റും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഓക്സീലിയറി വെർബിൽ തുടങ്ങണം. ASVO പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ASVO ആണ് WH ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നിന്നും അതുപോലെ പങ്ക്ച്വേഷനിൽ നിന്നുമാണ് നമ്മൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, ഒരു സഡൻ ഫീലിംഗ്. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. മെയിനായിട്ടും ഈ സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി ആണെന്ന് മനസ്സിലാക്കുന്നത് കണ്ടോ ഈ സൈനിൽ നിന്നാണ്. അതിൽ ഒന്നെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി വേർഡായ ഓ അലാസ് ഹുറ ബ്രാവോ പിറ്റി എന്നൊക്കെയുള്ള വാക്കിന് ശേഷം അതുണ്ടാവും. അതല്ലെങ്കിൽ സെൻറ്റൻസിന് ശേഷം ഈ എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് അതിന് വരിക. അതായത് എങ്ങനെയാണ്, ഫുൾ സ്റ്റോപ്പിൽ തന്നെ തീരും. പക്ഷേ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് കണ്ടിട്ട് നമുക്കത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അവിടെ തന്നിരിക്കുന്ന അടുത്ത കോളം ഒന്ന് വായിക്കാം. അവിടെ 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് അസർട്ടീവ് സെൻറ്റൻസ്. കണ്ടോ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അസർട്ടീവിനെ വിളിക്കുന്ന വേറെ വാക്കാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് command, request, order are called imperative sentence. And the sentences that ask questions are interrogative sentence. Sentence that express emotions and feeling are called
എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് എത്ര തരത്തിലെ സെൻറ്റൻസ് ഉണ്ട്? 4 തരത്തിലെ സെൻറ്റൻസുകളാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഒരു കമാൻഡോ റിക്വസ്റ്റോ ഓർഡറോ ഒക്കെ പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ആൻഡ് അവസാനം ഇമോഷൻസും സഡൻ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെയാണ് 4 തരത്തിലുള്ള സെൻറ്റൻസുകളുള്ളത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ 4 തരത്തിലും ഉള്ള 2 സെൻറ്റൻസുകൾ വെച്ചിട്ട് നിങ്ങൾ തനിയെ എഴുതാനായിട്ടാണ്. അപ്പോൾ സാർ അത് പറഞ്ഞു തരത്തില്ല, കാര്യം അത് നിങ്ങൾ തനിയെ എഴുതേണ്ടതാണ്. സാറ് അതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് തനിയെ രൂപീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് പഠിച്ച് നിങ്ങൾ തനിയെ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ എഴുതണം. സാർ അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക സെൻറ്റൻസ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്നൊക്കെ ആ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സെൻറ്റൻസുകൾ ഇവിടെ എഴുതണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എഴുതാൻ നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കമാൻഡ് ആൻഡ് റിക്വസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ സുഖമാണ്, കാരണം അത് വെർബിലാണ് തുടങ്ങുക എന്ന് പറഞ്ഞത് അല്ലേ. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, അല്ലെ കം ഇൻ, അല്ലെങ്കിൽ എന്താണ് ക്ലോസ് ദ ഡോർ, ഓപ്പൺ ദ വിൻഡോസ്, സ്പീക്ക് സ്ലോലി, കീപ് സൈലൻസ്. ഇങ്ങനെയുള്ളതാണ് റിക്വസ്റ്റ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു നമ്മുടെ സഡൻ ഫീലിങ്സ് ആണ്. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ് ഈസ് ദിസ്, ഹൗ നൈസ് സീനറി ഈസ് ദാറ്റ്, ഹൗ ബ്യൂട്ടിഫുള്ളി ഹി സിങ്സ്. ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളാണത്. അപ്പോൾ അത് തനിയെ ചെയ്യാം. എന്നാൽ നമുക്കിനി ആക്ടിവിറ്റി 2ലേക്ക് പോകാം. അവിടെ നമുക്കൊരു 10 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സെൻറ്റൻസുകൾ നമ്മൾ 2 തരത്തിലേക്ക് ആക്കി മാറ്റാനായിട്ടാണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. അതായത് ആ 10 സെൻറ്റൻസുകളും അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സാറ് പറയുന്നത് സാറ് എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് രൂപീകരിക്കേണ്ടതെന്നും ആ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് എന്നെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് ഇതിന് മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് രൂപീകരിക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു പ്രസ്താവന നടത്തുന്ന, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു ഐ ആം എ ബോയ്, അതൊരു പ്രസ്താവനയാണ്. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ അഫർമേറ്റീവ് എന്ന് പറയും. ഇനി നിഷേധാത്മകമായിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഐ എം നോട്ട് എ ബോയ്. അപ്പോൾ ആ ഐ ആം എ ബോയ് എന്നുള്ള സെൻറ്റൻസിനെ നോട്ട് വെച്ചിട്ട് നമ്മൾ നിഷേധാർത്ഥം കൊണ്ടുവരുന്നു അല്ലേ. ഞാൻ അല്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ബേസിക്കായിട്ട് നമുക്ക് സെൻറ്റൻസിനെ ഇങ്ങനെ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് തിരിക്കാം. പോസിറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. പോസിറ്റീവ് എന്നുള്ള വാക്കിനാണ് അഫർമേറ്റീവ് എന്ന് തന്നെ പറയുന്നത് ഇവിടെ. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിലൂടെ നമ്മൾ ഒരു വസ്തുത പ്രസ്താവിക്കുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിലൂടെ നമ്മൾ ആ വസ്തുതയെ നിഷേധിക്കുന്നു. ഉദാഹരണത്തിന് ഇറ്റ് ഈസ് എ പെൻ, ഇതൊരു പേനയാണ്. അപ്പോൾ അത് അഫർമേറ്റീവാണ് അല്ലെ പോസിറ്റീവാണ്. ഇനി ഞാൻ പറയാം ഇറ്റ് ഈസ് നോട്ട് എ പെൻ, കണ്ടോ അത് നെഗറ്റീവാണ്. ആ നോട്ട് വെച്ച് തരുന്നത് നമ്മൾ അതിനെ നിഷേധിക്കുമ്പോൾ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ സാറ് ആ നെഗറ്റീവ് സെൻറ്റൻസിൽ പറഞ്ഞിരുന്നു 2 തരത്തിൽ നമുക്ക് ഒരു സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നോട്ട് വെച്ചിട്ടും അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസുകൾ രൂപീകരിക്കാം. സാർ ഒന്നുകൂടെ പറയുകയാണ്, എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് രൂപീകരിക്കാമെന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ സെഷൻ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം അത് കാണുക. എന്നാലും അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. നമുക്കവിടെ 10 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അത് അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഒന്നെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ കൂട്ടത്തിൽ നോട്ട്
ഉണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവ് ടേംസ് ഉണ്ടാകും. സാർ ആ നെഗറ്റീവ് സെൻറ്റൻസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്കേഴ്സ്ലി, ബാർലി, സെൽഡം, നെവർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടെങ്കിലും സെൻറ്റൻസ് നെഗറ്റീവാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അവിടെ 2 കോളമാണ്. കാറ്റഗറൈസ് ദി എബവ് സെൻറ്റൻസ് ഇൻ ടു അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്, അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ. അതായത് ആ ടേബിൾ അഫർമേറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസുമായിട്ട് നമ്മൾ തിരിക്കണം. ഈ 10 എണ്ണത്തിൽ നിന്ന് അങ്ങനെ 2 എണ്ണത്തിൽ തിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം. ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദ ട്രീ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഈ സെൻറ്റൻസിൽ നോയോ നോട്ടോ ഇല്ല. അതുപോലെ തന്നെ ഈ സെൻറ്റൻസിൽ നെഗറ്റീവ് ടേംസ് ആയ സ്കേഴ്സ്ലി, ആദ്യം നിങ്ങൾ ആ വാക്കുകളെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണം. സ്കേഴ്സ്ലി, ബാർലി, സെൽഡം. സാർ ഇപ്പോൾ അതിനുള്ള ലിസ്റ്റ് തരും. കാര്യം നമുക്ക് അതിനുള്ള ലിസ്റ്റ് ക്ലിയർ ആയിട്ട് അവിടെ ചെയ്യേണ്ടതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ വീഡിയോയിലും സാർ ആ വാക്കുകളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വാക്കുകളും. അപ്പോൾ ഈ സെൻറ്റൻസിൽ നോട്ടും ഇല്ല, അതുപോലെ തന്നെ എന്തുമില്ല, നെഗറ്റീവ് ടേംസും ഇല്ല. അപ്പോൾ ഇത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. അഫർമേറ്റീവ് ഇതുണ്ടോ, ഐ വാസ് നോട്ട് എഫ്രെയ്ഡ്. ഇവിടെ എന്താ, നോട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അഫർമേറ്റീവ് നമുക്ക് ആദ്യത്തിൽ അത് എഴുതാം, അഫർമേറ്റീവ്. രണ്ടാമത്തത് നെഗറ്റീവ്. ഇവിടെ നോക്കിയേ, ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. അപ്പോൾ ഇവിടെ നോട്ടില്ല. എന്താണ് സാർ അപ്പോഴും പറഞ്ഞിരുന്നു, അതായത് നോട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, ആ ഓക്സിലിയറി വെർബിനോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഹാഡ് ആണ്, ഇവിടെ വാസ് ആണ്. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് വാസിനോടൊപ്പം വാസ് നോട്ട് എന്നുണ്ട്, ഇവിടെ ഹാഡ് ആണ്. അപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതൊരു അഫർമേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അടുത്തത്, ദ കോമ്പറ്റൻസ് were not aware of my presence in the banyan tree. The were not. അപ്പോൾ എന്താണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്തത്, ഐ ഡോണ്ട് ഉണ്ട് അല്ലേ, നെഗറ്റീവ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. നോയുമില്ല, നെഗറ്റീവ് വേർഡുമില്ല, അതുകൊണ്ട് അഫർമേറ്റീവ്. ദ ഹൗസ് വാസ് നോട്ട്, നെഗറ്റീവ്. The snake slithered along my shoulder. അവിടെ നോയോ നെഗറ്റീവ് ടേംസോ ഇല്ല, അഗൈൻ അഫർമേറ്റീവ്. അതിനുശേഷം, I was no mere image cut in granite. No, negative. അടുത്തത്, the snake looked into the mirror and saw its reflection. No ഇല്ല, നെഗറ്റീവ് ടേംസും ഇല്ല, അഗൈൻ അഫർമേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് എത്ര അഫർമേറ്റീവ് ഉണ്ട്? ഒന്നാമത്തത് അഫർമേറ്റീവ് ആണ്, മൂന്നാമത്തത് അഫർമേറ്റീവ് ആണ്, അതുപോലെ ആറാമത്തത് അഫർമേറ്റീവ് ആണ്, അതുപോലെ തന്നെ എട്ടാമത്തത് അഫർമേറ്റീവ് ആണ്, പിന്നെ 10ാമത്തത് അഫർമേറ്റീവ് ആണ്. അപ്പോൾ 1, 3, 6, 8, 10 ഇത്രയും അഫർമേറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവും. അപ്പോൾ നിങ്ങൾ ആ ആദ്യത്തെ അഫർമേറ്റീവിലേക്ക് 1, 3, 6, 8, 10 എഴുതുക, ബാക്കി നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. നമുക്ക് ഇനി ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ് വാക്കുകൾ വെച്ചിട്ട് ആ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നോട്ട് ഉപയോഗിക്കാതെ എന്നാൽ ചില നെഗറ്റീവ് പദങ്ങൾ ഉപയോഗിച്ച് നെഗറ്റീവാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പദങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തത്, ഗ്രാൻഡ് ഫാദർ റെയർലി സ്മോക്ക്ഡ് എ പൈപ്പ്. ഉണ്ടോ, റെയർലി എന്നുള്ള വാക്കാണ് നെഗറ്റീവ്. അപ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആകുന്നത് ഈ വാക്കിൻ്റെ പ്രയോഗം കൊണ്ട്. ദ മെയ്ഡ് വുഡ് ഹാർഡ്ലി ക്ലീൻ ദ ഗാർഡൻ. കണ്ടോ, ഹാർഡ്ലി എന്നുള്ളതും നെഗറ്റീവാണ്. സാറ് ആ നെഗറ്റീവ് സെൻറ്റൻസ് മേക്കിങ്ങിൽ രണ്ടാമതായിട്ട് പഠിപ്പിച്ച വാക്കുകളാണ് ഇതെല്ലാം. അതെല്ലാം കണ്ട് മനസ്സിലാക്കുക. ഹി കുഡ് സ്കേഴ്സ്ലി, ഇവിടെ സ്കേഴ്സ്ലി കൺട്രോൾ ഹിസ് ജോയ്. ഐ വിൽ സെൽഡം പ്രേ ഫോർ യു. ദർ ആർ ഫ്യൂ സ്നേക്സ് ഇൻ ദ ഗാർഡൻ. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോണ്ട് എന്ന് പറഞ്ഞാൽ പോണ്ടിൽ കുറച്ച് വാട്ടർ ഉണ്ടെന്നല്ല, പോണ്ടിൽ വാട്ടറേ ഇല്ല. ദർ ആർ ഫ്യൂ സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡനിൽ പാമ്പില്ല. അപ്പോൾ നെഗറ്റീവ് അർത്ഥമാണ്, നെഗറ്റീവായിട്ടുള്ള അർത്ഥമാണ് ഈ പദങ്ങളെല്ലാം സെൻറ്റൻസിന് നൽകുന്നത്. അപ്പോൾ നമ്മൾ
അത് ആ വാക്കുകളാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് പേജ് നമ്പർ 36 ആദ്യത്തെ ബോക്സിൽ കണ്ടോ ഹാർട്ട്ലി എന്ന്, എന്നിട്ട് അതിന് താഴത്തായിട്ട് ഈ വാക്കുകളെല്ലാം ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നെഗറ്റീവ് സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഇതിലും കൂടുതൽ വാക്കുകളുണ്ട്. അപ്പോൾ ആ വാക്കുകളെല്ലാം ചൂസ് ചെയ്ത് അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ആ എക്സസൈസ് നോക്കാം. റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസ് യൂസിങ് വേർഡ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. ശരിക്കും നമ്മൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത വാക്കുകളില്ലേ, അതായത് റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസുകൾ നെഗറ്റീവ് ആക്കി കൊടുക്കണം. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പോസിറ്റീവ് സെൻറ്റൻസാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്? ഇതിലേതെങ്കിലും ഒരു വാക്ക് ചേർത്ത് കൊടുക്കണം. ചേർക്കണം. ഒന്നാമത്തത് സെൽഡമാണ്. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ മാറും? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സെൽഡം റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് സെൽഡം റീഡ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് ഹോം. ഇനി അടുത്തത് ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. അതും പോസിറ്റീവ്. ദ ബോയ്സ് ഡു ഡെയറിങ് ടാസ്ക്സ്. അതിനെ നമ്മൾ ഹാർഡ്ലി വെച്ചിട്ട് നെഗറ്റീവ് ആക്കാം. ദ ബോയ്സ് ഹാർഡ്ലി ഡു ഡെയറിങ് ടാസ്ക്. അങ്ങനെ ദ ബോയ്സ് ഹാർഡ്ലി ഡു ഡെയറിങ് ടാസ്ക്. ഇനി മൂന്നാമത്തത് ഇറ്റ് റെയിൻസ് ഹെവിലി. അത് നമുക്ക് സ്കേഴ്സ്ലി വെച്ചിട്ട് എഴുതാം. എങ്ങനെയാണ്? ഇറ്റ് സ്കേഴ്സ്ലി റെയിൻസ് ഹെവിലി. ഇറ്റ് സ്കേഴ്സ്ലി റെയിൻസ് ഹെവിലി. അടുത്തത് ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ഇപ്പോൾ നമ്മൾ എന്താക്കണം? ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ഫ്യൂ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആകും. ഇനി അടുത്തത് ദ ബോയ്സ് പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. അവിടെ നമുക്ക് റെയർലി ചേർക്കാം. ദ ബോയ്സ് റെയർലി പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. അങ്ങനെ ദ ബോയ്സ് റെയർലി പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. ഐ റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. ഐ സെൽഡം റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് സെൽഡം ചേർത്ത് ഐ സെൽഡം റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ ഈ സെൻറ്റൻസിൽ നിങ്ങൾ ഈ സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ഈ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുമ്പോൾ അതും നെഗറ്റീവ് ആവും. അപ്പോൾ അതുപോലെ ആ സെൻറ്റൻസുകളും റീറൈറ്റ് ചെയ്യുക. നമുക്കിനി ചെയ്യാനുള്ളത് ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്താതെ ഒരു അഫർമേറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസിലേക്കാക്കി വരുത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സെൻറ്റൻസുകളുടെ പ്രധാനപ്പെട്ട വാക്ക് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കിടുകയും അതുപോലെ തന്നെ ആ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും. അതായത് ഡബിൾ നെഗേഷനിലൂടെ ആ സെൻറ്റൻസ് സ്റ്റിൽ അഫർമേറ്റീവായിട്ട് മാറും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അത് തന്നിരിക്കുന്നത് ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ്. ഇപ്പം നെവർ എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. അതുപോലെ തന്നെ എഗ്രീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസഗ്രീസ് നമ്മളവിടെ ഉപയോഗിക്കുമ്പോൾ രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള പദങ്ങൾ കൂടെ ചേർന്ന് ആ സെൻറ്റൻസ് അഫർമേറ്റീവായിട്ട് തീരും. അതായത് ഡബിൾ നെഗേഷൻ എന്ന് പറയും. നമ്മൾ നേരത്തെ നോട്ടോ അല്ലെങ്കിൽ ഫ്യൂ, ലിറ്റിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ടേംസ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോൾ ആ പദം അല്ലെങ്കിൽ ആ സെൻറ്റൻസ് പോസിറ്റീവായി തന്നെ നിലനിൽക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക? ജാക്ക് ഓൾവേസ് എഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതും ജാക്ക് നെവർ ഡിസഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതും രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇനി സാറ് ബാക്കി 2 മുതലുള്ള സെൻറ്റൻസുകളുടെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസാണ് ഈ എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ സെൻറ്റൻസ് വായിക്കാം. ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി. അപ്പോൾ അതെങ്ങനെ? ഹി ഡസ് നോട്ട് ഡ്രൈവ് ഹിസ് കാർ കെയർലെസ്ലി. കെയർഫുള്ളിയുടെ ഓപ്പോസിറ്റാണ് കെയർലെസ്ലി. അതുപോലെ ഇവിടെ നെഗേഷൻ നമ്മൾ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 നെഗറ്റീവും കൂടെ ചേർന്ന് അർത്ഥത്തിൽ പോസിറ്റീവായി തീരും. അതായത് ഹി ഡ്രൈവ്സ് ഹിസ് കാർ വെരി കെയർഫുള്ളി എന്നുള്ളതും ഹി ഡസ് നോട്ട് ഡ്രൈവ് ഹിസ് കാർ കെയർലെസ്ലി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസ്. സ്റ്റെല്ല ഈസ് പ്രെറ്റിയർ ദാൻ മേരി. മേരി ഈസ് നോട്ട് പ്രെറ്റിയർ ദാൻ സ്റ്റെല്ല. അപ്പോൾ നമ്മൾ ആ ഇങ്ങനെ തിരിച്ചിടുമ്പോഴേക്കും ആ അർത്ഥത്തിൽ ഒന്ന് തന്നെ. ഈസ് നോട്ട് പ്രെറ്റിയർ ദാൻ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി അത് തന്നെ ആയിത്തീരും. ഇനി മൂന്നാമത്തത് 4. ദേ ഹാവ് ആക്സെപ്റ്റഡ് ദി ഇൻവിറ്റേഷൻ ഫോർ ദ പാർട്ടി. They have not rejected the invitation for the party. Not accepted in the opposite and rejected. അപ്പോൾ they have not rejected എന്ന് പറയുന്നത്
they have എന്താ accepted the invitation for the party എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് അഞ്ചാമത്തത്, a fox is cleverer than a jackal. A jackal is never cleverer than a fox. അടുത്തത്, this shop sells expensive articles. This shop does not sell cheap articles. Expensive-ന്റെ opposite ആണ് cheap. അപ്പോൾ this shop does not sell cheap articles. അങ്ങനെയാണ് അത് മാറ്റേണ്ടത്. അടുത്തത്, she always keeps her room tidy. She never, negative, keeps her room untidy. അടുത്തത്, he is polite to everyone. He is never impolite. Polite-ന്റെ opposite impolite. So he is never impolite to anyone. അടുത്തത്, he is very industrious. He is not very lazy. അതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്താതെ ആ സെൻറ്റൻസിനെ നെഗറ്റീവാക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയുമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിതെല്ലാം കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും സെൻറ്റൻസ് മേക്കിങ്ങും അതുപോലെ ക്വസ്റ്റ്യൻസ് മേക്കിങ്ങും അതുപോലെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വീഡിയോസും കാണുക. കാരണം ആ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ സെഷൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ മാത്രം നിൽക്കാതെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസും പല തരത്തിലുള്ള, നമ്മൾ 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ 4 തരത്തിലുള്ള സെൻറ്റൻസുകൾക്കുള്ള ഒത്തിരി എക്സാമ്പിൾസും ഒക്കെ എഴുതി ശീലിക്കുക. നിങ്ങളുടെ ഭാഷ നന്നായിട്ട് മെച്ചപ്പെടും. അപ്പോൾ ഐ വിഷ് യു എ ഗുഡ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.